ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ അരിപ്പൊടി, കുറച്ച് പാലുണ്ടെങ്കിൽ വീട്ടിൽ നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ ചൂടത്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ട് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത പുതിയ കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാനിലേക്ക് 2 കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ ഇഷ്ടത്തിനുള്ള അളവ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കുറഞ്ഞ അളവിലേ ചെയ്തെടുക്കുന്നുള്ളൂ. പാല് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മളിത് അതുപോലെ 1.5 ടീസ്പൂൺ അളവിൽ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഞാനിവിടെ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 5-8 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുറുക്കിയെടുക്കണം. അത്യാവശ്യം ഒരു മിക്സൊക്കെ ഒന്ന് പാകമായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഒരു എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഫ്ലേവറിന് ആവശ്യം നിങ്ങളുടെ കയ്യിൽ എസൻസ് ഒന്നും ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഇവിടെ ഒരു ബദാം മിൽക്കിൻ്റെ എസൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു യെല്ലോയിഷ് കളറും കിട്ടും, നല്ലൊരു ഫ്ലേവറും കിട്ടും. നമുക്കിതൊരു കുടിക്കാനുള്ള ഒരു പാകത്തിനാണല്ലോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഓവർ കുറുകിയിട്ടുള്ളതല്ല, എന്നാൽ അത്യാവശ്യം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു പാകം കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. തണുക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് കുറുകിയിട്ട് വരും കേട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തണുത്തിരിക്കുന്ന മിക്സാണിത്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് അളവിൽ ആപ്പിൾ നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ ക്യാരറ്റ് നല്ല ഗ്രേറ്റ് ചെയ്തിട്ട് കേട്ടോ, ചെറിയതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ നമുക്ക് കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല ഡ്രിങ്ക് പോലെ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല തണുത്ത വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുകയാണെങ്കിലും ഇത് നല്ല ടേസ്റ്റായിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിരിക്കും. ഇത് ഞാൻ ഏകദേശം ഒരു കഴിക്കുന്ന ഒരു രൂപത്തിലാക്കി മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മൾ അടിപൊളി ഡ്രിങ്കായിട്ട് കഴിക്കാൻ പറ്റുന്ന കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അരിപ്പൊടിയും പാലൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.